ഒരു കാര്യം പറയട്ടെ, ലിയോ ഗോൾഡിനെ ഞാൻ കണ്ടത് വളരെ മുമ്പാണ്. ഞാൻ ഇവിടുത്തുകാരനായതുകൊണ്ട് എനിക്ക് അറിയാം അല്ലേ സാർ? അപ്പൊ അതുകൊണ്ട് അതിന്റെ വീട്ടിലേക്ക് കോടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് എന്റെ ഹോം ടൗൺ ആണ്. അപ്പൊ അനീഷ്, ആദില, നൂറ ഇവരിപ്പോൾ ഒരുമിച്ച് പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുകയാണ്. ശരിക്കും വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് എടുത്തു പറയേണ്ടി വരും. കാരണം ഇവർ ബിഗ് ബോസ് ഹൗസിംഗിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ആദില, നൂറയൊക്കെ തന്നെ ഒരുപാട് അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ആദില, നൂറെ പറയുന്നില്ല, ആദില നല്ല രീതിയിൽ അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ കുറേയധികം പണികൾ അതിൻ്റെ അകത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അനീഷയെ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മാറി. പിന്നെ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആവുന്ന അതിലൂടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിലെ അതിനുള്ളിൽ അനീഷ് ഒരു സിസ്റ്റർ ബ്രദർ രീതിയിലോട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു അനീഷിൻ്റെ ഭാഗത്തു നിന്ന് ഈ ആദ്യമെടുത്ത് നൂറെടുത്ത് ഉണ്ടായിരുന്ന കാര്യം. പക്ഷെ അത് അവർ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയതിന് ശേഷം ഇവർ കൂടുതലും മനസ്സിലാക്കിയ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നത് അനീഷാണെന്നാണ് തോന്നുന്നത്. കാരണം അനീഷിൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അത് പ്രകടമാകുന്നുണ്ട് അവർ. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ 100 ഔട്ടായ സമയത്ത്, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് 100 ഔട്ടായ സമയത്ത് അനീഷ് പറഞ്ഞൊരു കാര്യം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഞാനൊരു സിസ്റ്ററിനെ പോലെയാണ് കാണുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷം എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കൊണ്ടാവും വിധം ഞാൻ ചെയ്യുമെന്നുള്ള തരത്തിൽ അനീഷ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കരമായ ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ ഒരു സമയത്ത് അനീഷ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. BB സീസൺ 7 ശരിക്കും പറഞ്ഞ ഒരു ജെന്യുവനായിട്ട് നിന്ന ഒരു വ്യക്തി അത് അനീഷ് മാത്രമാണ്. അത് പുറത്തിറങ്ങിയിട്ട് പോലും ആ ഒരു രീതിയിൽ അനീഷ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അതിനുള്ളിൽ വെച്ച് തന്നെ അനീഷ് പറഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ ആരോടും ഒരു തരത്തിലുമുള്ള ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. ഞാൻ അത് എന്ത് കാര്യമായാലും അത് അപ്പോൾ വിട്ടു. അത് പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു രീതിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ അനീഷ് പുറത്തിറങ്ങിയതിന് ശേഷം അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അതിപ്പോൾ അനുമോളുടെ കാര്യം ഓരോരുത്തർ ചോദിക്കുമ്പോഴായാൽ പോലും അനീഷ് ഈ ഒരു മറുപടി തന്നെയാണ് പറയുന്നത്. പലരും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ തുടക്കത്തിൽ പലരും ആ ഒരു തരത്തിൽ ഒരു പ്രശ്നക്കാരനായി ചിത്രീകരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ എല്ലാവരും ഒത്ത് നല്ല രീതിയിൽ ഇടപെടുന്നത്. അതിപ്പോൾ ഷാനവാസും അതോടൊപ്പം തന്നെ അനീഷുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് തന്നെ ആയാൽ തന്നെ അതിനുള്ളിൽ വെച്ച് അത് അവിടെ കൊണ്ട് തന്നെ തീരുമെന്ന് പ്രതീക്ഷയെങ്കിൽ പോലും അനീഷ് പറഞ്ഞതുപോലെ തന്നെ എനിക്കിത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാണെങ്കിൽ തന്നെ പുറത്തിറങ്ങിയിട്ടും അവർ അതുപോലെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആദില നൂറയെ ഒരു സഹോദരിയെ പോലെയാണ് കാണുന്നത് എന്നുള്ള തരത്തിൽ അനീഷ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് അനീഷ് പുറത്തിറങ്ങിയും കാണിക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. ഈ അനീഷുമൊത്ത് ആദില നൂറ ഇതിനു മുന്നേ തന്നെ ഏഷ്യാനെറ്റിൽ ഐഡിയ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ തന്നെ നൂറയുമൊത്ത് അനീഷ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേയധികം സ്റ്റിൽസ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആദില, നൂറ, അനീഷ് ഒരുമിച്ച് നിൽക്കുന്ന, ഷാനവാസ് മൊത്തൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സ്റ്റിൽസ് അവർ തന്നെ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനീഷിനെ പോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ അനീഷിനെ പോലെ ആരെയും അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പിക്കാത്ത ഒരു വ്യക്തി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരെ ഒന്നും തന്നെ അടുപ്പിക്കത്തില്ല അല്ലെങ്കിൽ ഇവരുമായിട്ടൊന്നും കോൺടാക്ട് വെക്കത്തില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിന് നേരെ വിപരീതമാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം അനീഷ് ശരിക്കും ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കായാലും അത് നല്ല രീതിക്ക് പ്രകടമാണ്. വളരെ നല്ല കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോട്ടെ.